ഞങ്ങൾ പെമ്പിളാർ മാത്രമായിട്ടുള്ള ഒരു ട്രിപ്പ്. എവറിത്തിങ് വാസ് ഫൈൻ അൺടിൽ ദിസ് ഹാപ്പൻഡ്. ആനവണ്ടിയിൽ ഒരു മൂന്നാർ യാത്ര. 2 കൊല്ലത്തിൽ കൂടുതലായിട്ടോ ഞാൻ ഇങ്ങനെ ഒരു ഐഡിയയും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ്. പക്ഷെ ഈ ഒരു കാര്യത്തിന് എന്നെ ഭയങ്കര പരീക്ഷണമായിരുന്നു കേട്ടോ. മോളിൽ നിന്നുള്ള ആള് ക്യാമ്പിന്റെ 2 ദിവസം മുന്നേ അത് കണ്ടക്ട് ചെയ്യുന്ന കുട്ടിയുടെ അച്ഛൻ മരിച്ചു കേട്ടോ. അങ്ങനെ അത് ക്യാൻസലായി. അപ്പൊ ശരിക്കും വിഷമമായി. ഇനി എന്താ ചെയ്യുക, പോവാതിരിക്കണോന്നായി. പിന്നെ നമ്മളങ്ങനെ വിടില്ലല്ലോ. നമുക്ക് 3 ആൾക്ക് കൂടി അങ്ങോട്ട് പോവാന്ന് അർപ്പിച്ചു കേട്ടോ. 5:45 വൈറ്റിലേന്ന് കയറുന്ന രീതിയിലാണ് കേട്ടോ പോകുന്നത്. സാറ്റർഡേ സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല റഷ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പോണവര് എന്താണെങ്കിലും ബുക്ക് ചെയ്തിട്ട് പോകാൻ നോക്കണേ. പിന്നെ ഇപ്പൊ ഓടിപ്പോയ ആ 2 എന്റെ ചേച്ചിമാർ. ആദ്യമായിട്ട് പോണ ആയതുകൊണ്ട് ഞാൻ ഭയങ്കര വലിയ റിസോർട്ടൊന്നും എടുത്തില്ല. ഹോസ്റ്റൽ എടുക്കാന്ന് വെച്ചു. ഫീമെയിൽസിന് മാത്രം വരുന്ന ഒരു 8 ഷെയർ റൂമാണ് കേട്ടോ നമ്മൾ എടുത്തത്. അവിടെ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ക്വാളിറ്റി ഫുഡായിരുന്നു. അവിടെ വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് നമുക്ക് സത്യത്തിലൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞത് അവിടെ വന്ന് പ്ലാൻ ചെയ്യാം, അവർ ഗൈഡ് ചെയ്യും എന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഫോറിനേഴ്സ് ഒത്തിരി ഉള്ളതുകൊണ്ട് തന്നെ ഹോസ്റ്റൽ മാനേജ്മെന്റിന്റെ മൊത്തം ശ്രദ്ധ അവിടേക്കായിരുന്നു കേട്ടോ. അപ്പം നമുക്കൊരു ഗൈഡൻസ് ഒന്നും ഒട്ടും കിട്ടിയില്ല. അങ്ങനെ നമ്മുടെ സമയം നല്ലോണം പോയിട്ടോ. അങ്ങനെ ഒരു ഊബറും വിളിച്ച് ഞങ്ങൾ ഇരവിക്കുളം നാഷണൽ പാർക്ക് പോകാമെന്ന് തീരുമാനിച്ചു. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഉണ്ടല്ലോ, അവിടെ പൂട്ടിയിരിക്കുന്നു ഗൈസ്. ഇനിയെന്താ ചെയ്യാ? അപ്പൊ തൊട്ട് തന്നെയുള്ള ഏതോ ഒരു വാട്ടർഫോൾസ് കാണിക്കാമെന്നും പറഞ്ഞ് അവിടെ പൈനാപ്പിൾ വിറ്റുകൊണ്ടിരുന്ന ഒരു ചേച്ചി വന്ന് കയറി.